കോഴിക്കോട് കോടഞ്ചേരിയിൽ വ്യാഴാഴ്ച അരങ്ങുണരുന്ന ചതുർദിന രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ദേശീയവും അന്തർദേശീയവുമായ താരങ്ങളുടെ പടകൾ പരിശീലനത്തിൽ സജീവമാകുന്നു. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും അക്ഷരാർത്ഥത്തിൽ കയാക്കിംഗ് താരങ്ങളുടെ ആരവങ്ങൾ ഉയർന്നു തുടങ്ങി. ഇതോടെ കോടഞ്ചേരി മലയോരം ജലോത്സവ ലഹരിയിലേക്ക്. ഇറ്റലി, ന്യൂസിലാൻഡ്, മലേഷ്യ, നേപ്പാൾ തുടങ്ങി രാജ്യങ്ങളിൽ ഏതാനും താരങ്ങൾ ഇതിനകമെത്തി പുഴകളുടെ ഒഴുക്കും സാങ്കേതിക വെല്ലുവിളികളും വിലയിരുത്തി പരിശീലനം ആരംഭിച്ചത്. അതേസമയം ഇന്ത്യൻ താരങ്ങളും വിജയകിരീടത്തിനുള്ള കടുത്ത പരിശീലനവുമായതോടെ ഇരുവഴിഞ്ഞി, ചാലിപ്പുഴ കളി കയാക്കിംഗ് താരങ്ങളുടെ ആർപ്പ് വിളിയും ആർത്തട്ടഹാസവും സജീവമായത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ചാമ്പ്യൻഷിപ്പിനുള്ളത്. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ പെയ്യുന്നതിനാൽ പുലിക്കയവും ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമൊക്കെ ജലനിരപ്പ് അല്പമുയർന്ന് രൗദ്രഭാവങ്ങളുടെ അട്ടഹാസത്തിന് ശക്തിപ്പെട്ടിരിക്കുകയാണ്. പാറക്കെട്ടുകളിലൂടെ പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ട മാസ്മരികമായ കാഴ്ചകളിൽ തുഴയെറിഞ്ഞ് ആർത്തട്ടഹസിച്ച് താരങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് ആഹ്ലാദത്തിന്റെ ഭാവപകർച്ച വർദ്ധിച്ചിട്ടുണ്ട്. അടുത്ത വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് രാജ്യാന്തര കയാക്കിംഗ് മത്സരത്തിന് മലയോര പുഴകൾ സാക്ഷിയാകുന്നത്. വിദേശ താരങ്ങളുടെ വരവ് ബുധനാഴ്ചയോടെ പൂർണ്ണമാവും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്നുണ്ടായ അന്താരാഷ്ട്ര വിമാന സർവീസുകളിലുണ്ടായ കുറവ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ താരങ്ങൾക്ക് നേരത്തെ എത്താനായില്ല. മുൻ വർഷങ്ങളിൽ യൂറോപ്പിൽ നിന്ന് ബംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ഉപയോഗിച്ചായിരുന്നു ഭൂരിഭാഗം താരങ്ങളും മത്സരത്തിനെത്തിച്ചേർന്നിരുന്നത്. നിലവിലുള്ള യാത്ര പ്രതിസന്ധി കാരണം ചില താരങ്ങളുടെ വരവ് വൈകിയെങ്കിലും ബുധനാഴ്ചയോടെ എല്ലാവരും കോടഞ്ചേരിയിൽ എത്തുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ. കഴിഞ്ഞ തവണത്തെ കയാക്കിംഗ് വേഗറാണിപ്പട്ടം, വേഗരാജപട്ടം ചൂടിയ ന്യൂസിലാൻഡ് താരങ്ങൾ ഇക്കുറി നിലനിർത്താനുള്ള തീവ്ര പരിശീലനം നടത്തുകയാണ്. കേരള അഡ്വഞ്ചർ പ്രൊമോഷൻ സൊസൈറ്റി നേതൃത്വത്തിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ജില്ലാ പഞ്ചായത്ത്, കോടഞ്ചേരി, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് 4 നാൾ നീണ്ടുനിൽക്കുന്ന 12ാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് അരങ്ങേറുന്നത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.